താടി മോയിൻ അലിയുടെ മുഖത്താണെങ്കിലും ചൊറിച്ചിൽ മറ്റു പലർക്കുമാണ്. ഇംഗ്ലീഷ് ക്രിക്കറ്റർ മോയിൻ അലിയെ ചില ആളുകൾ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ കളിക്കളത്തിലെ പ്രകടനങ്ങൾ നോക്കിയല്ല, അദ്ദേഹത്തിന്റെ മുഖത്തെ താടി നോക്കിയാണ്. തന്റെ താടിയുടെ പേരിൽ നിരവധി വിദ്വേഷം തുപ്പുന്ന പല പ്രസ്താവനകളും ഇംഗ്ലീഷ് ക്രിക്കറ്ററായ മോയിൻ അലിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മോയിൻ അലിയുടെ ഇസ്ലാം മതവിശ്വാസവും അദ്ദേഹത്തിന്റെ താടിയുമാണ് ചിലർക്ക് പ്രശ്നം. തന്റെ വിശ്വാസങ്ങൾ ചിലർക്ക് കണ്ണുകടിയായതോടെ ക്രിക്കറ്റിനേക്കാൾ തനിക്ക് വലുത് തന്റെ മതമായ ഇസ്ലാമാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മോയിൻ അലി. ഇന്ത്യയിൽ നടന്ന ഒരു ക്രിക്കറ്റ് പരമ്പരയ്ക്കിടയിലാണ് മോയിൻ അലി തന്റെ നിലപാട് വ്യക്തമാക്കിയതെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് മുനീർ അലി പറയുന്നു. ഒരിക്കൽ ഇന്ത്യയിൽ ഒരു പരമ്പര കളിക്കാനെത്തിയ മോയിൻ അലിയോട് ഒരു പരിശീലകൻ പറഞ്ഞുവത്രേ, മോയിൻ, താങ്കളുടെ താടി പഠിക്കണമെന്ന്. എന്നാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ മോയിൻ അലി അതിനൊരു മറുപടി നൽകി, ഞാൻ എന്റെ താടി പഠിക്കാൻ തയ്യാറല്ല. ഈ താടി എന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്റെ വിശ്വാസം ഞാൻ കൈവിടില്ല. ക്രിക്കറ്റിൽ എനിക്ക് എന്നും തുടരാനാവില്ല. ഒരു നാൾ ക്രിക്കറ്റിൽ നിന്ന് എനിക്ക് വിരമിച്ചേ മതിയാകൂ. പക്ഷേ എന്റെ വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസത്തിൽ നിന്ന് എനിക്ക് വിരമിക്കാനാവില്ല. ഈ താടി ഇതെന്റെ വിശ്വാസമാണ്. കളിക്കുന്നെങ്കിൽ ഞാൻ എന്താണോ അങ്ങനെ കളിച്ചാൽ മതിയെന്നാണ് മോയിൻ അലി തന്നോട് താടി പഠിക്കാൻ ആവശ്യപ്പെട്ട കോച്ചിന് മറുപടിയായി നൽകിയത്. നേരത്തെ ഇതേ താടിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ മോയിൻ അലിക്കെതിരെ വിവാദ എഴുത്തുകാരി തസ്ലീമ നസ്രീൻ രംഗത്ത് വന്നിരുന്നു. ക്രിക്കറ്റ് താരമല്ലായിരുന്നുവെങ്കിൽ മോയിൻ അലി സിറിയയിൽ പോയി IS-ൽ ചേരുമായിരുന്നു എന്നായിരുന്നു തസ്ലീമ നസ്രീന്റെ ട്വീറ്റ്. സംഭവം വിവാദമായതോടെ തമാശയാണ് താൻ ഉദ്ദേശിച്ചതെന്ന് വിശദീകരിച്ച ബംഗ്ലാദേശി എഴുത്തുകാരി രംഗത്ത് വന്നു. വിവാദ ട്വീറ്റ് പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയകരം മോയിൻ അലിക്കെതിരെയുള്ള തസ്ലീമ നസ്രീന്റെ വിവാദ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നത് മോയിൻ അലിയുടെ സഹതാരമായ ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരങ്ങളായ ജോഫ്രെ ആർച്ചറും സാം ബില്ലിങ്സുമായിരുന്നു. വിശ്വാസത്തിന്റെ പേരിൽ പലരും മോയിൻ അലി എന്ന താരത്തെ വിമർശിച്ചപ്പോൾ മോയിൻ അലിക്ക് പിന്തുണ അർപ്പിച്ചതും അദ്ദേഹത്തിന് വേണ്ടി ഉറച്ച നിലപാടുകൾ എടുത്തതും ജോഫ്രെ ആർച്ചറും സാം ബില്ലിങ്സും അടങ്ങുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണ്. മോയിൻ അലിയുടെ താടിയും വിശ്വാസവും ഒക്കെ കാണുമ്പോൾ ചൊറിയുന്നത് മറ്റു പലർക്കുമാണെങ്കിലും ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരങ്ങളും ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡും അദ്ദേഹത്തിന് വലിയ പിന്തുണ നൽകുന്നുണ്ട്. നിലവിൽ ഇംഗ്ലണ്ട് ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ ഏറ്റവും മുതിർന്ന താരങ്ങളിൽ ഒരാളാണ് മോയിൻ അലി. T20 മത്സരങ്ങളിൽ ഇംഗ്ലീഷ് ടീമിന്റെ സഹനായകനാണ് മോയിൻ അലി. 2019 ലോകകപ്പ് ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ മോയിൻ അലിയും ആദിൽ റഷീദും ഷാമ്പയിൻ പൊട്ടിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ അന്ന് ഇംഗ്ലീഷ് താരങ്ങളോ ഇംഗ്ലീഷ് ബോർഡോ മോയിൻ അലിക്കെതിരെയോ ആദിൽ റഷീദിനെതിരെയോ നടപടിയെടുത്തിരുന്നില്ല. അത് അവരുടെ വിശ്വാസമാണ്. അത് മാനിക്കാൻ ഇംഗ്ലീഷ് ബോർഡിനും അവിടുത്തെ താരങ്ങൾക്കും അറിയാം. മോയിൻ അലിയെ അവർ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ താടിയോ തലപ്പാവോ നോക്കിയല്ല, കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കിക്കൊണ്ട് തന്നെയാണ്. മോയിൻ അലിയല്ല, ഇനി ഏത് താരമായാലും ഒരാളെ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ താടിയോ തലപ്പാവോ മുഖമോ മറ്റൊന്നും നോക്കിയല്ല. എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാനും പിന്തുടരാനുമുള്ള അവകാശം ഇവിടെയുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.